സ്വാമിജി, കുന്തിയും ഗാന്ധാരിയുമാണ് നമ്മുടെ വിഷയം. കുരുവംശത്തിൻ്റെ മാതാക്കളാണ് ഇവർ രണ്ടുപേരും സഹോദര ഭാര്യമാരാണ്. ഒരാൾ നൂറ്റവരുടെ അമ്മ, ഒരാൾ പാണ്ഡവരുടെ അമ്മ. ഇങ്ങനെയാണ് മഹാഭാരതകാരൻ അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുന്തിയുടെയും ഗാന്ധാരിയുടെയും വ്യക്തിത്വത്തെ ഒരു ഭാരതീയ മാതൃസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്വാമിജി പരിചയപ്പെടുത്തുന്നത്? ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഈ ഒരു മഹത്തായ തത്വത്തിലേക്കാണ്. മാതൃത്വം. ലോകം മുഴുവനും എല്ലാവർക്കും ആവശ്യം ഒന്നേ ഉള്ളൂ, സ്നേഹം. ഇത് ആഗ്രഹിക്കാത്ത ആരുമില്ല, വേണ്ടാത്ത ആരുമില്ല. പക്ഷെ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റിനും കാണുന്നത് സ്വാർത്ഥപരമായ സ്നേഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാതാവിൻ്റെ സ്നേഹത്തിന് മാത്രം നിസ്വാർത്ഥത. അതുകൊണ്ട് മാതൃ സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും ഉദാത്തമായ നിസ്വാർത്ഥ സ്നേഹം. മഹാഭാരതത്തിലെ രണ്ട് അതിമഹത്തായ കഥാപാത്രങ്ങളാണ് കുന്തി ദേവിയും ഗാന്ധാരി ദേവിയും. മഹാഭാരതത്തിൽ ഏത് കഥാപാത്രമാണ് അപ്രസക്തമെന്ന് ചോദിക്കാനില്ല. എല്ലാ കഥാപാത്രങ്ങളും ഈ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എല്ലാവരും അതിൻ്റെ പ്രതിനിധികളാണ് ഇന്ന് നമ്മുടെ ചുറ്റിനുണ്ട് താനും. അതിലെ രണ്ട് അതുല്യ പ്രതിഭകളാണ് കുന്തി ദേവിയും ഗാന്ധാരി ദേവിയും. ഈ രണ്ടു പേരുടെയും ത്യാഗം ഇന്ന് അമ്മമാർ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ കുന്തി ദേവി പാണ്ഡവന്മാരുടെ അമ്മയാണ്. പാണ്ഡവന്മാരുടെ ധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതേസമയം കൗരവന്മാരെ അധർമ്മത്തിൻ്റെ വക്താക്കളായിട്ടും മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഗാന്ധാരി ദേവി ഇവരുടെ അമ്മയാകേണ്ടി വന്നു. പക്ഷേ ഗാന്ധാരി ദേവിയുടെ മഹത്വം, പാതിവൃത്യം, അതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗം, ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ത്യാഗം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗം, ഇത് ഈ ലോകത്തിന് അന്നും ഇന്നും എന്നും ഒരേപോലെ മാതൃകയാണ്. ദുര്യോധനാദികൾ യുദ്ധത്തിന് വിജയം ആഗ്രഹിച്ച അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഗാന്ധാരി ദേവി സ്വന്തം മക്കൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത് എന്ന് പറഞ്ഞാണ് ഗാന്ധാരി ദേവി ദുര്യോധനാദികളെ അനുഗ്രഹിച്ചത്. അതേസമയം ധർമ്മപുത്രരി എന്ന് ചോദിക്കുമ്പോൾ പറയും വിജയീഭവ, ജയിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. യാതൊരു സംശയവുമില്ല അവരുടെ പക്ഷത്ത് ധർമ്മമുണ്ട് എന്ന് ഈ അധർമ്മപുത്രന്മാരുടെ അമ്മയ്ക്ക്. ഇപ്പോൾ സ്വന്തം മക്കളുടെ വിജയം പോലും ഏതമ്മമാരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സ്വന്തം മക്കൾ നല്ലതിലെത്ത് അവർ എല്ലായിടത്തിലും വിജയിക്കുക എന്നുള്ളത്. അതുപോലും മാറ്റിവെക്കാൻ ഈ അദ്ഭുത വനിതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഭാരത മാതൃസങ്കല്പത്തിൻ്റെ ഒരു മഹത്വം. കുന്തി ദേവിയാണെങ്കിൽ ഇന്ന് ഏറ്റവും നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കഥാപാത്രമാണ്. സ്ത്രീ സമൂഹം പ്രത്യേകിച്ചും ഉൾക്കൊള്ളേണ്ട ഒരു കഥാപാത്രമാണ് കുന്തി ദേവി. കൗമാരകാലത്ത് വെറും കൗതുകത്തിൻ്റെ പേരിൽ ഗർഭിണിയാകേണ്ടി വരികയും അതിൻ്റെ ആ മാനസിക സംഘർഷം എത്ര ഭീകരമായിരിക്കാം, അതിനെയൊക്കെ തരണം ചെയ്ത് വീണ്ടും ഉണ്ടാകുന്ന ധർമ്മസംഘടനകൾ, കുന്തി ദേവിയുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ധർമ്മസംഘടനകൾ ഒരുപക്ഷെ ഇന്നത്തെ ഒരു അമ്മമാർക്കും സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ശ്രീകൃഷ്ണൻ കുന്തി ദേവിയോട് ചോദിക്കും, അമ്മയ്ക്ക് എന്ത് വരാ വേണ്ടത്? അപ്പോൾ കുന്തി ദേവി പറയും, കൃഷ്ണ, എനിക്ക് അടിക്കടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം, വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ തരട്ടെ എന്നാണ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച ഒരമ്മയ്ക്ക് ആ അമ്മ പറയുകയാണ് എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ തരട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് ആ മാനസിക തലം? അപ്പോൾ കൃഷ്ണൻ ചോദിക്കുക, എന്താ അമ്മ ഇതൊന്നും പോരെ? സാധാരണ ഒരാൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കഷ്ടമെങ്കിലും? അവിടെയാണ് കുന്തിദേവി പറയുന്നത്, എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അപ്പോഴല്ലേ നീ എൻ്റെ അടുത്ത് വരൂ. ഭഗവാൻ നമ്മുടെ അടുത്ത് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴാണ്. ഭഗവാൻ ബുദ്ധിമുട്ടുകൾ തരാനല്ല,
അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് ഭഗവാൻ. ഇതാണ് കുന്തിദേവി നമുക്ക് കാണിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ജീവിതത്തിൽ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം പരക്കം പായുമ്പോൾ സർവ്വതിനും ത്യജിച്ച് ലോകത്തിന് വേണ്ടിയിട്ട് വിട്ടുപോകുന്ന ഈ അമ്മ കുന്തിദേവി ഇന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കേണ്ട, അത്ഭുതപ്പെട്ട് നോക്കേണ്ട ഒരു കഥാപാത്രമാണ് കുന്തിദേവി.